بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد. സൂറത്തു സബ 12-13 ആയത്തുകളാണ് ഇന്ന് പുതിയ പാഠമായി നമ്മൾ പാരായണം ചെയ്യുന്നത്. ഈ ആയത്തുകളിൽ പ്രധാനമായും നാം അറിയേണ്ട തജ്വീദ് നിയമങ്ങൾ സൂചിപ്പിക്കാം. وَلِسُلَيْمَانَ الرِّيحَ غُدُوُّهَا شَهْرٌ وَلِسُلَيْمَانَ എല്ലാ അക്ഷരങ്ങളും തർക്കീഖ് ചെയ്യേണ്ട ഇസ്തിഫാലിൻ്റെ ഹർഫുകളാണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. وَلِسُلَيْمَانَ الرِّيحَ غُدُوُّهَا ഗൈന് തഫ്ഖീം ചെയ്യേണ്ട അക്ഷരമാണ്, തടിപ്പിച്ചുച്ചരിക്കണം. ഗൈനിനെ തഫ്ഖീം നിസ്ബിയാണ്, ദമ്മായതിനാൽ. ഗുദുവുഹാ ഹാ എന്നല്ല ഹ എന്ന് ഇസ്തിഫാലിൻ്റെ അക്ഷരമാണ്. അതിനെയാണ് അലിഫ് കൊടുത്ത് ദീർഘിപ്പിക്കുന്നത്. ഗുദുവുഹാ ശഹ്റുൻ വറവാഹുഹാ ശഹ്ർ. ശഹ്റുൻ വ തൻവീനിനെ ഇദ്ഗാം ബിഗുന്ന നാഖിസ് നൽകി വാവിൽ ഭാഗികമായി ലയിപ്പിച്ച് മണിക്കണം. വറവാഹുഹാ വറവാഹുഹാ റാ തഫ്ഖീം ചെയ്യുക, മറ്റക്ഷരങ്ങൾക്ക് തഫ്ഖീം വരാതെ ശ്രദ്ധിക്കുക. വറവാഹുഹാ ശഹ്ർ ശഹ്ർ ഷഹ്റുൻ എന്ന് നേരത്തെ ഉച്ചരിച്ച ആ റായിനെയും തഫ്ഖീം ചെയ്യേണ്ടതാണ്. ഇവിടെ ഷഹർ എന്ന് പറഞ്ഞ് വഖഫ് ചെയ്യുന്നു. ഈ റായിനും തഫ്ഖീം കൊടുക്കണം. ഇനി അവിടെ ചേർത്ത് ഓതുകയാണെങ്കിലും റായിന് തഫ്ഖീമുണ്ട്. തൻവീനിന് ശേഷമുള്ള വാവിൽ ഇദ്ഗാം ചെയ്ത് ഭാഗികമായി ലയിപ്പിച്ച് മണിക്കുകയാണ് വേണ്ടത്. ഷഹ്റുൻ വഅസൽന എന്ന് ചേർത്തോതണം. وأسلنا له عين القطر وأسلنا له عين القطر അവിടെ എല്ലാ അക്ഷരങ്ങൾക്കും തർക്കീഖാണ്, ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങളാണ്. എന്നാൽ ഖാഫിന് തഫ്ഖീം കുറഞ്ഞ തഫ്ഖീം കസ്റായതുകൊണ്ട് ത്വാഇന് തഫ്ഖീമും അതോടൊപ്പം ഖൽഖലയുമാണ്. ഷദീദായ അക്ഷരമാണ്, മുത്ബഖാണ്. അങ്ങനെ പല പ്രത്യേകതകളുണ്ട്, ഇസ്തിഅലാൻ്റേതാണ്. അപ്പോൾ തഫ്ഖീം കൊടുക്കുക, ഖൽഖല സുഗ്റ നൽകുക. ഐനൽ ഖീതുർ ഖീതുർ റായിൽ തർക്കീഖ് ചെയ്യുകയും ആവാം, തഫ്ഖീമും ആവാം. അങ്ങനെയുള്ള റാ ആണത്. തഫ്ഖീം ചെയ്തുകൊണ്ട് ഉച്ചരിക്കുകയും ആകാവുന്നതാണ്. തഫ്ഖീമിൻ്റെ അക്ഷരമാണ് ഇടക്ക് വന്ന സാക്കിനായ അക്ഷരം എന്നതുകൊണ്ട്. എന്നാൽ തർക്കീഖും ചെയ്യാവുന്നതാണ്. വമിനൽ ജിന്നി മൻ യഅമലു ബൈന യദൈഹി വമിനൽ ജിന്നി ഷദ് നൽകപ്പെട്ട നൂനിനെ മണിക്കണം. നൂൻ മുശദ്ദദ. വമിനൽ ജിന്നി മൻ യഅമലു സാക്കിന നൂൻ ഇദ്ഗാം ബിഗുന്ന ചെയ്ത് യായിൽ ഭാഗികമായി ലയിപ്പിച്ച് മണിക്കുക. മൻ യഅമലു ബൈന യദൈഹി ബിഇദ്നി റബ്ബിഹി റബ്ബി റായിന് തഫ്ഖീം കൊടുക്കണം. എന്നാൽ മറ്റക്ഷരങ്ങൾക്കൊന്നും തഫ്ഖീമില്ല എന്നത് ശ്രദ്ധിക്കുക. മൻ യഅമലു ബൈന യദൈഹി ബിഇദ്നി റബ്ബിഹി അവിടെ ചേർത്തോതുമ്പോൾ റബ്ബിഹി എന്ന് മദ്ദുസ്സില സൂറ വരുന്നതാണ്. 2 ഹറക്കത്തിൻ്റെ അളവിൽ മാത്രമേ ഹാഇനെ ദീർഘിപ്പിക്കുകയുള്ളൂ.
ومن يزغ ومن يزغ ഗൈനിന് തഫ്ഖീം നിസ്ബിയാണ്, തടിപ്പിക്കുക. മുമ്പിൽ കസ്റുള്ളത് കൊണ്ട് സ്വാഭാവികമായി തഫ്ഖീം കുറവാണ്. ومن يزغ منهم عن أمرنا ومن يزغ എന്ന് പറയുമ്പോൾ സാക്കിന നൂൻ ഇദ്ഗാം ബിഗുന്ന ചെയ്ത് ലയിപ്പിച്ച് മണിക്കണം. യസിഗ് മിൻഹും സാക്കിന നൂനിനെ ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കുക. പദത്തിൻ്റെ അന്ത്യത്തിലെ സാക്കിന മീമിനെ ഇൽഹാർ ഷഫവി നൽകുക, മണിക്കരുത്. അൻ അംരീന വീണ്ടും അൻ സാക്കിന നൂൻ ഇൽഹാർ ഹൽക്കി, അംരീന സാക്കിന മീം ഇൽഹാർ ഷഫവി, അം എന്ന മീമിനെ ഇൽഹാർ ഷഫവി. അപ്പോൾ ومن يزغ منهم عن أمرنا نذيقه ഖാഫിന് ഖൽഖല സൂറ നൽകുക, തഫ്ഖീമിൻ്റെ ഹർഫുമാണ്. നുദീഖുഹു മിൻ അദാബിസ് സഈർ, മിൻ സാക്കിന നൂൻ ഇൽഹാർ ഹൽക്കി നൽകണം, ശേഷം ഐനുണ്ട്. മിൻ അദാബിസ് സഈർ അന്ത്യത്തിലെ റായിൽ തർക്കീഖോടുകൂടി വഖഫ് ചെയ്യണം. കാരണം റാ സാക്കിനായ യാഇന് മുമ്പിൽ ശേഷമാണ് വന്നിട്ടുള്ളത്. റാഇൻ്റെ മുമ്പിൽ സാക്കിനായ യാ ഉണ്ട് എന്നതുകൊണ്ട് തർക്കീഖ് നൽകി വഖഫ് ചെയ്യുക. യഅമലൂന ലഹു മാ യശാ, യഅമലൂന ലഹു മാ യശാഉ, ലഹു മദ്ദുസ്സില സുഗ്റ നൽകി ഹായിനെ ദീർഘിപ്പിക്കുക. 2 ഹറക്കത്തിൻ്റെ അളവിൽ മാത്രം വാവ് നൽകുക. മാ യശാഉ മിൻ മഹാരീബ, മാ യശാഉ ഈ ദീർഘം മദ്ദ് മുത്തസിൽ വാജിബാണ്. നിർബന്ധമായും 4-5 ഹറക്കത്തിൻ്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കണം. ശേഷം ഹംസ ഒറ്റ പദത്തിലായി വന്നിരിക്കുകയാണ്. അപ്പോൾ മദ്ദ് മുത്തസിൽ വാജിബ്. മാ യശാഉ മിൻ മഹാരീബ സാക്കിന നൂൻ മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന കാമിൽ. മിൻ മഹാരീബ വതമാസീല, എല്ലാം തർക്കീഖിൻ്റെ അക്ഷരങ്ങളാണ്. ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങൾ റാഇന് കസ്റാണ്, തർക്കീഖ് ചെയ്യണം. മഹാരീബ വതമാസീല വജിഫാനിൻ കൽ ജവാബി, വജിഫാനിൻ കൽ ജവാബി തൻവീനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. വജിഫാനിൻ ശേഷം കാഫാണ് ഉള്ളത്, ഇഖ്ഫായിൻ്റെ അക്ഷരമാണ്. വജിഫാനിൻ കൽ ജവാബി വഖുദൂരിർ റാസിയാത്ത്, ഖുദൂരിൻ എന്ന തൻവീനിന് ശേഷമുള്ള റായിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കുക. ഇദ്ഗാം ബിഗൈരി ഗുന്ന. വഖുദൂരിൻ ഇതിൽ ഖാഫിന് തഫ്ഖീം കൊടുക്കണം. വഖുദൂരിർ റാസിയാത്ത്, റാ എന്ന റായിനും അലിഫിനും പൂർണ്ണമായ തഫ്ഖീം കൊടുത്ത് ഉച്ചരിക്കുക. റാസിയാത്ത്. ഇഅ്മലൂ ആല ദാവൂദ ശുക്റാ, അവിടെ ചേർത്ത് ഓതുകയാണെങ്കിൽ റാസിയാത്തിൻ ഇഅ്മലൂ, ഇൽത്തിഖാഉ സാക്കിനൈൻ വരുന്നതിനാൽ തൻവീനിനെ കസ്റുള്ള നൂനാക്കി മാറ്റി ഉച്ചരിക്കണം. റാസിയാത്തിൻ ഇഅ്മലൂ എന്ന് ഓതണം. ഇഅ്മലൂ ഇതിലുള്ള ദീർഘം മദ് മുൻഫസിൽ ജായിസാണ്.
നാലോ അഞ്ചോ ഹറക്കത്തിൻ്റെ അളവിൽ വാവിനെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. ഇഅ്മലൂ ആല ദാവൂദ ശുക്റാ. ശുക്റാ എല്ലാ അക്ഷരങ്ങൾക്കും തർക്കീക്ക് കൊടുക്കണം എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ അന്ത്യത്തിലെ ശുക്റാ എന്ന റായിന് അതുപോലെ അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഹീം കൊടുക്കണം പൂർണ്ണമായും. വഖഫിൽ മദ്ദുൽ ഐവദ് എന്ന ദീർഘം നൽകുകയാണ്. അവിടെ തൻവീൻ അലിഫായി മാറുകയാണ്. ഇവിടെ 2 ഹറക്കത്തിൻ്റെ അളവിലെ ദീർഘിപ്പിക്കാവൂ, അതിലധികം നീട്ടരുത്. ശുക്റാ അത്ര മതി. വഖലീലും മിൻ ഇബാദിയ ശകൂർ. വഖലീലുൻ ഖാഫ് തഫ്ഖീം ചെയ്തുച്ചരിക്കുക. ഖലീലുൻ എന്ന തൻവീനിനെ മീമിലേക്ക് പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. വഖലീലും മിൻ ഇബാദി. അവിടെ തൻവീനിനെ മീമിലേക്ക് പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന കാമിൽ. മിൻ എന്നതിലെ സാക്കിന നൂൻ ഇൽഹാർ ഹൽക്കി മണിക്കാതെ വെളിവാക്കുക. മിൻ ഇബാദിയ ശകൂർ. അശ്ശകൂർ അന്ത്യത്തിൽ റാ വരുന്നു. റാഇൻ്റെ തൊട്ട് മുമ്പിൽ ദീർഘാക്ഷരമായ വാവാണ്. ദമ്മ് വരുമ്പോഴുള്ള അതേ ഹുക്മ് തന്നെ റാഇനെ തഫ്ഖീമോടുകൂടി തടിപ്പിച്ച് ഉച്ചരിച്ചുകൊണ്ടാണ് വഖഫ് ചെയ്യേണ്ടത്. അശ്ശകൂർ. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. ولسليمان الريح غدوها شهر ورواحها شهر وأسلنا له عين القطر ومن الجن من يعمل بين يديه بإذن ربه ومن يزغ منهم عن أمرنا نذقه من عذاب السعير. يعملون له ما يشاء من محاريب وتماثيل وجفان كالجواب وقدور الراسيات. اعملوا آل داود شكرا وقليل من عبادي الشكور.